നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം വീണുപോയ ദൂതന്മാർ ഇന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഖുറാനിലും ഒരുപാട് പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മലക്കിനെ അല്ലെങ്കിൽ ഒരു ദൈവപുത്രനെ ദൈവം സ്വർഗത്തിൽ നിന്നും പുറന്തള്ളിയെന്നും അതാണ് ഈ പിശാച് ഇബ്ലീസ് എന്ന രീതിയിൽ ഭൂമിയിൽ മനുഷ്യരെയൊക്കെ പറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയം, ഈ മെയിനായിട്ട് ഈ പെന്തക്കോസ് ക്രിസ്ത്യ വിഭാഗത്തിലുള്ളവര് ഈ അമ്പലങ്ങളിലെല്ലാം നമ്മളീ കാണുന്ന വിഗ്രഹങ്ങളും അല്ലെ ഹിന്ദുക്കൾ വിചാരിക്കുന്ന ദേവീ ദേവന്മാരെന്ന് കരുതുന്നവരൊക്കെ പിശാചുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ശക്തമായി അവർ ഈ ബാക്കിയുള്ള ഇവരെ എതിർക്കാറുണ്ട്. ഇപ്പം മുസ്ലിം മതത്തിലുള്ളവരും എല്ലാവരെയും അവർ പിശാചുക്കളായിട്ടാണ് കാണുന്നത്. അവർ മാത്രമേ ഉള്ളൂ കറക്റ്റ് എന്ന രീതിയിലാണ് അവർ വിശ്വസിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്ത്? ശരിക്കും ബൈബിളിലൊക്കെ പറയുന്ന വീണുപോയ ഈ ദൂതന്മാർ, അത് ഭൂമിയിലേക്ക് തള്ളപ്പെട്ട ഈ ദൂതന്മാർ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഈ ഹൈന്ദവത്തിൽ കാണുന്ന ഈ ഇവരൊക്കെ തന്നെയാണോ? അല്ലെ ഈജിപ്തിലും റോമിലൊക്കെ ഉള്ള ഈ ദേവീ ദേവന്മാർ, അവർ ദൈവങ്ങൾ എന്ന് വിളിക്കുന്ന ആ സങ്കല്പങ്ങളാണോ എന്നാണ് പലരുടെയും സംശയം. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ചില ദൈവത്തിന്റെ ആ സൃഷ്ടിയുടെ രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നാലേ എനിക്ക് ഈ വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ചില ഉദാഹരണങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് വ്യക്തമാവും. ഈ സൃഷ്ടാവായ ദൈവം എന്ന് ഞാൻ പറയുന്നത് ഒരു മനസ്സാണ്. നമ്മുടെയൊക്കെ മനസ്സുപോലെ ഏത് മനസ്സിൽ നിന്നാണോ നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സിറങ്ങും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉപബോധ മനസ്സ്, അതായത് നമ്മുടെ ആത്മാവിന്റെ മനസ്സ്. ഏത് മനസ്സിൽ നിന്നാണോ ഉത്ഭവിച്ചത് അതിന്റെയൊക്കെ അൾട്ടിമേറ്റ് ആണ് ആ മനസ്സാകുന്ന, ആ പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവായ ആ ദൈവം എന്ന് പറയുന്ന മനസ്സ്. അപ്പൊ ആ മനസ്സിൽ നമുക്ക് എന്തൊക്കെ വികാരങ്ങളുണ്ടോ അതെല്ലാം ആ അൾട്ടിമേറ്റ്, ആ ബ്രഹ്മം അല്ലെങ്കിൽ ആ പരമാത്മാവ് എന്ന് പറയുന്ന ആ മനസ്സിൽ നമുക്കുള്ള എല്ലാ വിചാരങ്ങളും ആ മനസ്സിനുണ്ട്. വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, കോമഡി, തമാശ പറയുന്ന ഒരു മനസ്സുണ്ട്. എല്ലാം ആ പ്രകൃതിയിൽ ഉണ്ട്. അതിന്റെയൊക്കെ ഒരു അല്പമായിട്ടാണ് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത്. അതേപോലെ മൃഗജാലങ്ങളിലെല്ലാം, പക്ഷികളിലും വൃക്ഷങ്ങളിലെല്ലാം അതേ ഒരു മനസ്സുണ്ട്. നമുക്ക് കണ്ടുകൂടാന്നേ ഉള്ളൂ. ഭാവിയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മെഷീൻ അല്ലെ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചാൽ ചിലപ്പം മരത്തിന്റെയും ചെടിയുടെയും മനസ്സെന്താണെന്നോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഇതെല്ലാം എല്ലാ ജീവജാലങ്ങളിലും ഒരു ചെറിയ അണുവിൽ പോലും അതിൻ്റെതായ ഒരു മനസ്സുണ്ട്. അപ്പൊ ഈ മനസ്സിൽ ദേഷ്യമുണ്ട്, പ്രതികാരമുണ്ട്, പിന്നെ സ്നേഹമുണ്ട്, ഇതെല്ലാം ആ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സിനെ പ്രധാനമായ 7 മനസ്സാക്കി നമുക്ക് വേണമെങ്കിൽ കാണാം. അതിനാണ് 7 ആത്മാക്കൾ എന്ന് പറയുന്നത്. അതിൽ അതിപ്രധാനമായ 3 മനസ്സാണ് നമ്മൾ ഹൈന്ദവത്തിലൊക്കെ പറയുന്ന ശിവഭാവം, ദേഷ്യഭാവമായ ഒരു മനസ്സ്, സൃഷ്ടിഭാവമായ ഒരു മനസ്സ്, പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് ആണ് ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു. മൂന്ന് മനസ്സാണ്. അതിനെ ഗുരുക്കന്മാർ ഭാവന ചിത്രങ്ങളിലൂടെ ഈ ഒരു മനസ്സ് ഒരു മനുഷ്യനായാൽ അല്ലെങ്കിൽ ദൈവരൂപമായാൽ എങ്ങനെ ഇരിക്കും എന്ന് ശിഷ്യർക്ക് പണ്ട് മുതൽ ആദ്യകാലത്ത് വരച്ച് പഠിപ്പിച്ച ഒരു രീതിയാണ് ഇപ്പോ ഇങ്ങനെയുള്ള ചില രൂപങ്ങളിലൂടെ മനുഷ്യ മനസ്സിലൊക്കെ അങ്ങ് പതിഞ്ഞുപോയി. ശരിക്കും അങ്ങനെ രൂപമില്ല, ചില ഭാവനാ ചിത്രങ്ങളാണ്. അപ്പൊ എന്റെ പഴയ മെസ്സേജിലൂടെ എല്ലാം ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഭാവനാ രൂപങ്ങളിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ച രൂപങ്ങളെ ഇതാണ് ശരിക്കുള്ള ദൈവം എന്നാക്കിക്കൊണ്ട് മനുഷ്യൻ ഭാവനാ പ്രതിമകളും പടങ്ങളും രൂപങ്ങളൊക്കെ അവരവരുടെ രീതിയിൽ ഉണ്ടാക്കുകയും ഇതിലൊക്കെ പോയി നമിച്ച് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് തുടങ്ങി വന്ന് ഇപ്പോ ഈ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള രൂപങ്ങളിലെല്ലാം ഈ നെഗറ്റീവ് ശക്തികൾ അല്ലെ ആസുരിക പൈശാചിക ശക്തികളാണ് ഇപ്പൊ ആ രൂപങ്ങളിലൂടെ എല്ലാം മനുഷ്യരെ ട്രാപ്പ് ചെയ്ത് പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് എന്റെ മെസ്സേജിലൂടെ എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് 2000 വർഷം മുമ്പേ ഇങ്ങനെയുള്ള ഈ മീഡിയം, ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, മോശ എന്ന് പറയുന്ന ഒരാളെ ദൈവം വിളിച്ചിറക്കി പഠിപ്പിച്ചു, പല ദർശനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം തന്റെ പ്രധാന നിയമങ്ങളായ 10 കൽപ്പനകൾ 2 കല്ലിൽ എഴുതിയിട്ട് ആ 2 കല്ലും കൊണ്ടുവന്ന് ഒരു സമാഗമ കൂടാരം എന്ന് പറയുന്ന, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു അമ്പലം, ഈ അമ്പലത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ കല്ല് വെക്കേണ്ട ആ കൂടാരത്തിൽ. അന്ന് കൂടാരമേ ഉള്ളൂ. അപ്പൊ ആ കൂടാരത്തിൽ വെക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പം അകത്തളം എന്ന് പറയുന്ന പ്രധാന ക്ഷേത്രമുണ്ട്, പുറത്തളം ഉണ്ട്. അപ്പൊ അകത്തളത്തിൽ വേണം ആ പുരോഹിതൻ ഇരുന്ന് ആ കല്ലിന്റെ അടുത്തിരുന്ന് കതകൊക്കെ അടച്ച്
രഹസ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കല്ലിന്റെ അടുത്ത്, ആ കല്ലിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ചൈതന്യം വരുമെന്നും ഈ ചൈതന്യം ഈ പ്രധാന പുരോഹിതനുമായി പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം ചോദിച്ചെടുത്ത് ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഈ പ്രധാന വാതിൽ അല്ലെങ്കിൽ ആ തിരശീല മാറ്റി ജനങ്ങൾ വെളിയിൽ കാത്തിരുന്ന് തൊഴുത് ഭക്തിയോടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് തന്റെ ദൂതൻ വഴി കിട്ടിയ പ്രശ്ന പരിഹാരങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങളെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യണം. ഇതാണ് ബൈബിളിലെ പഴയ നിയമത്തിന്റെ രീതി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ കല്ല് വെച്ച് പ്രാർത്ഥിക്കുന്ന രീതി ഒക്കെ പതുക്കെ പതുക്കെ മാറിയിട്ട് മനുഷ്യന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഭാവന രൂപങ്ങളൊക്കെ ഇതിനോടകം കൊത്തി വെച്ച് ഇതിനകത്തൊക്കെ വെക്കാൻ തുടങ്ങി. കല്ല് മാറി പിന്നെ ഒരു വലിയൊരു അമ്പലം പോലെ നമ്മളെ ശലമോന്റെ ടെമ്പിൾ എന്ന് പറയും. ശലമോൻ ടെമ്പിൾ എന്ന് കടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ശലമോന്റെ അമ്പലം അവിടെ ആയിട്ട് പിന്നെ കോൺക്രീറ്റ് കല്ലുകളൊക്കെ ബിൽഡിംഗ് നമ്മളായി പറയും പോലെ വലിയ കല്ലുകളും, കോൺക്രീറ്റ് അല്ല വലിയ വലിയ കല്ലുകളും ഒക്കെ കെട്ടി ഭയങ്കരമായ രീതിയിലുള്ള വലിയൊരു അമ്പലമായി മാറുകയും അവിടെ മനുഷ്യൻ നിർമ്മിതമായ കുരുതിയും കാര്യങ്ങളും എല്ലാം അവിടെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തൊക്കെ അറിയാം. ഇതെല്ലാം ദൈവത്തിന്റെ പഴയ നിയമങ്ങളാണ്. ആ നിയമത്തിലാണ് നമ്മളെ ഹൈന്ദവരൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് വരുന്നിടത്തെല്ലാം ഈ ഭാവനാ രൂപങ്ങൾ മനുഷ്യർ അവന്റെ ഇഷ്ടത്തിന് അവൻ പേടിക്കുന്ന രൂപങ്ങളെല്ലാം കൊത്തിവെച്ച് അതിൽ തൊഴുത് ആരാധിക്കുകയും ഇതേ രൂപത്തിൽ ഉള്ള ദേവീ ദേവന്മാരെയൊക്കെ അവർ ദർശിക്കാൻ തുടങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും ദൈവം ഈ 2000 വർഷം മുമ്പ് ഈ സിസ്റ്റം മൊത്തം മതിയാക്കിയിട്ട് ഇനി സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി എന്ന രീതിയിൽ ഈ യേശുവിനെയും മുഹമ്മദ് നബിയെയും അതിനു മുമ്പ് ബുദ്ധനെയൊക്കെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചത്, ജനങ്ങളെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ രൂപങ്ങളിലെല്ലാം ഈ പൈശാചിക അസുര ശക്തികളാണ് ശരിക്കും പറഞ്ഞാൽ വലിഞ്ഞു കയറിയിരുന്ന് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയത്, അല്ലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് 2000 വർഷം മുമ്പേ ഈ സിസ്റ്റം തുടങ്ങിക്കഴിഞ്ഞു. ഈ കാലഘട്ടത്ത് ഇതിന്റെ ഒരു 90-95% ഈ നെഗറ്റീവാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സകല ആരാധനാ കേന്ദ്രങ്ങളും ഭരിക്കുന്നത്. ഇത് ഞാനീ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം തന്നെ അതിൽ പൈശാചിക ശക്തികൾ അതിനെ കുളമാക്കി തെറ്റിച്ച് ജനങ്ങളെ പറ്റിച്ച് തുടങ്ങിയത് കൊണ്ടാണ് ഈ വിഗ്രഹാരാധന പാടില്ല എന്ന രീതിയിൽ ദൈവം സ്ട്രിക്റ്റ് ആയിട്ട് യേശുവിലൂടെ മുഹമ്മദ് നബിയിലൂടെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് പാടില്ലാത്തതിന്റെ കാരണം ഈ രൂപങ്ങളിലൂടെ എല്ലാം ഇപ്പൊ നെഗറ്റീവ് ശക്തികളാണ് പ്രവർത്തിക്കുന്നത്. ദൈവം നല്ലത് എന്ന് പറഞ്ഞ് തുടങ്ങിവെച്ച കാലം ഇപ്പൊ ഹൈന്ദവ രീതിയിലാണെങ്കിലും പരശുരാമനൊക്കെ ചെയ്തത് വെറും കല്ലെടുത്ത് വെച്ച് ശിവലിംഗം എന്ന് പറയുന്നത് നമ്മളീ പറയുന്നത് ശിവന്റെ ലിംഗം അങ്ങനല്ല. ശിവലിംഗം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്നത് 2 ലിംഗങ്ങൾ ചേർന്നാണ്, പുരുഷലിംഗം സ്ത്രീലിംഗം. അതായത് നമ്മളിപ്പോ ഒരു സർട്ടിഫിക്കറ്റിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ അപേക്ഷാ ഫോമിലൊക്കെ സെക്സ് അല്ലെങ്കിൽ ലിംഗം എന്താണ് നമ്മൾ പുരുഷലിംഗം അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അതാണ് ആ ലിംഗം ഉദ്ദേശിക്കുന്നത്. അപ്പം സ്ത്രീയും പുരുഷനും ചേർന്നതാണ് പ്രകൃതി. അതുകൊണ്ട് ഈ ഒരു കല്ലോ നശിക്കാത്ത ലോഹമോ എന്തെങ്കിലും എടുത്തു വെച്ച് അന്നത്തെ കാലത്ത് പരശുരാമനൊക്കെ പരശുരാമൻ വരുന്ന സമയത്തൊക്കെ കല്ലേ ഉള്ളൂ. ശരിക്കും ഈ വാള് കുന്തം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ തുടങ്ങിയില്ല, ശിലായുഗ സമയത്താണ്. അപ്പം ഒരു കല്ലെടുത്ത് ഈ കല്ലിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്നും ശിവശക്തി, അതായത് പ്രകൃതിയിലെ പുരുഷ ശക്തിയെയും സ്ത്രീ ശക്തിയെയും ആ കല്ലിലേക്ക് ആവാഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ കല്ലില് കണ്ണോ മൂക്കോ കയ്യോ കാലോ തലയോ അങ്ങനെയൊന്നും ഇല്ല, വെറും ഒരു കല്ല്. നമുക്കിപ്പോ ഒരു അമ്പലത്തിലൊക്കെ പോയി കണ്ടാൽ ഈ പരശുരാമൻ സ്ഥാപിച്ച അമ്പലത്തിൽ പോയാൽ ശരിക്കും പരശുരാമൻ വെച്ച വെറും കല്ല് ഇപ്പോഴവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് ഈ അതിനുശേഷം വന്ന രാജാക്കന്മാരുടെ കാലത്തൊക്കെ അവരുണ്ടാക്കി വെച്ച ചില രൂപങ്ങളൊക്കെയാണ് അതിന്റെ തൊട്ട് മുന്നിലെടുത്ത് വെച്ചിട്ടാണ് കണ്ണും മൂക്കും ഒക്കെ വരച്ച് ആഭരണമൊക്കെ ഇട്ട് നമുക്ക് തൊഴുവാനായിട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും അതിന്റെ പിന്നിൽ പരശുരാമൻ സ്ഥാപിച്ച വെറും കല്ലിരിപ്പുണ്ട്. പക്ഷെ വെറും കല്ല് ജനങ്ങളെ കണ്ട ജനങ്ങളെ അയ്യേ ഇതെന്തോന്ന് സാധനം എന്ന് ചിന്തിക്കുമല്ലോ എന്ന് വിചാരിച്ച് ആ കല്ലിൽ ചന്ദനമൊക്കെ പൂശി കണ്ണും മൂക്കും ഒക്കെ വരച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരു രൂപമാക്കിയാണ് ശരിക്കും പറഞ്ഞ പണ്ട് മുതലേ ജനങ്ങളെ കാണിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ ആരാക്കി, ജനങ്ങളുടെ മനസ്സാണത്. ജനങ്ങൾക്ക് ഈ തത്വം വിശ്വസിക്കാൻ പാടാണ്. പക്ഷെ നിങ്ങളിപ്പോ വടക്കനാഥ ക്ഷേത്രത്തിലെ വല്ല പോയി കഴിഞ്ഞാൽ പരശുരാമൻ സ്ഥാപിച്ച ഒരു കല്ലവിടെ ഇരിപ്പുണ്ട്. അതിന് യാതൊരു രൂപമൊന്നുമില്ല, ചന്ദനവും ഭസ്മൊക്കെ വാരി തേച്ച് അത് എന്തോ ഒരു രൂപത്തിൽ ഇരിപ്പുണ്ട്, പോയാൽ കാണാൻ പറ്റും. ഇപ്പോഴും ഉണ്ട്. അന്നത്തെ പരശുരാമൻ വെച്ച വെറും ഒരു കല്ല്, നശിച്ചു പോകാത്ത ഒരു കല്ലെടുത്ത് വെച്ച് അതിൽ ആവാഹിച്ച് വെച്ചു. പക്ഷെ അത് മതിയായിരുന്നു എങ്കിൽ ആ അമ്പലം ഇപ്പോഴും പോസിറ്റീവ് ആവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പോ അതൊരു മൂലയിൽ തള്ളി മാറ്റി വെച്ചിട്ട് വേറെ ഇപ്പുറത്ത് അപ്പുറമൊക്കെ വേറെ നടകൾ തുടങ്ങി വെച്ച് അല്ലെങ്കിൽ പുതിയ അമ്പലങ്ങൾ പണിത് വെച്ചിട്ട് അതിന്റെ അകത്ത് ഇഷ്ടം രൂപങ്ങൾ വെച്ച് ഫ്രണ്ടിൽ വേറെ രൂപം, അകത്ത് ഇഷ്ടംപോലെ രൂപങ്ങൾ, ഇതൊക്കെ വെച്ച് വരുമ്പോൾ ഇതിലെല്ലാം
ഈ ആസുരിക നെഗറ്റീവ് പൈശാചിക ശക്തികളാണ് ശരിക്കും പറഞ്ഞ ചെന്ന് തൊഴുകയും പ്രാർത്ഥിക്കുന്നവരെയൊക്കെ എവരാണ് ശരിക്കും പറ്റിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ പറ്റിക്കുന്നത് കൊണ്ടാണ് നീതി ന്യായം ഒന്നുമില്ലാത്ത ദുഷ്ടന്മാർ പോലും അവിടെ ചെന്ന് തേങ്ങയോ കൈക്കൂലിയോ പണമോ ഒക്കെ കൊടുത്താൽ അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് ഒരിക്കലും പരശുരാമൻ സ്ഥാപിച്ചു വെച്ച ദൈവമല്ല, ശരിക്കുള്ള ദൈവചൈതന്യം അല്ല ചെയ്തു കൊടുക്കുന്നത്. ആ ദൈവം നീതി ന്യായത്തോട് പെരുമാറുള്ളൂ. പക്ഷെ ആ ദൈവം അല്ല അവിടെ ചെയ്യുന്നത്. ഈ ആസുരിക ശക്തികൾ ഇത് 2000 വർഷം മുമ്പേ ഈ ശക്തികൾ ഈ ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ കീഴടക്കിയത് കൊണ്ടാണ് ഇവരുടെ ഇങ്ങനെ രൂപങ്ങളുടെ വെച്ചെന്ന് ആരാധിക്കരുത് എന്ന് ദൈവം ശക്തമായി അന്ന് മുതലേ പഠിപ്പിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാർ അല്ലെ മറ്റവര് എല്ലാം പിശാചുക്കൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ശരിക്കുള്ള ഒരു ശക്തി ഉണ്ട്, പക്ഷെ അതില്ല അവിടെ. അതിന് പകരം ഇപ്പൊ ഈ പൈശാചിക ശക്തികളാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ പൈശാചിക ശക്തികൾ എങ്ങനെ വന്നു? ഈ പൈശാചിക ശക്തികൾ ഈ അമ്പലങ്ങളാണെങ്കിലും ആരാധന കേന്ദ്രങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യരെ മന്ത്രവാദം, കൂടോത്രം, അത് ഇതിനൊക്കെ പിറകെ പ്രോത്സാഹിപ്പിച്ച് ഗുണങ്ങളും നേട്ടങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവ് ആസുരിക ശക്തികളെയാണ് വീണുപോയ ദൂതന്മാർ എന്ന് ബൈബിളിൽ പറയുന്നത്. ഇവരെ ആര് സൃഷ്ടിച്ചു? എങ്ങനെയാണ് വീണത്? ഇവർ എവിടെ നിന്നാണ് വീണത്? അതൊക്കെയാണ് ഇനി അടുത്ത ചില കാര്യങ്ങൾ. അപ്പൊ ഈ വീണുപോയ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മൾ ഈ കാണുന്ന ഈ ഗണപതി, ശിവൻ, അത് ഇവരൊക്കെയാണ് ഈ വീണുപോയ ദൂതന്മാർ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അല്ല. ഇത് നമ്മുടെ ഭാരതത്തിന്റെ സങ്കല്പത്തിലുള്ള പേരുകളും രൂപങ്ങളുമാണ്. പക്ഷെ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പൊ ഈജിപ്തിലോ റോമിലോ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ പേരിൽ അവർ ഇട്ടേക്കുന്ന പേരുകളൊക്കെ വേറെ പലതുമാണ്. പക്ഷെ ഡ്യൂട്ടി എല്ലാം ഒരേ ഡ്യൂട്ടീസുകളാണ് വരുന്നത്. ഇപ്പൊ ധനത്തിന് വേണ്ടി ഒരു ദേവനുണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. നമുക്കുള്ള പേര് വേറെ, അവർക്കുള്ള പേര് വേറെ, മറ്റവർക്കുള്ള പേര് വേറെ. പക്ഷെ ഈ ധനത്തിന്റെ ഒരു ദൂതൻ അല്ലെങ്കിൽ ഈ ധനം അല്ലെങ്കിൽ ഐശ്വര്യം, സമ്പത്ത്, കീർത്തി ഇതൊക്കെ തരുന്ന ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതിന് രൂപമേ ഇല്ല. അത് നമ്മളിലുണ്ട്. എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്നുണ്ട്. ആരാണോ നീതി ന്യായത്തോടു കൂടി പ്രകൃതിയുടെ വ്യവസ്ഥ പാലിച്ച് ജീവിക്കുന്നത് അവന് സമ്പത്തും ഐശ്വര്യവും കൊടുക്കാൻ കണക്കിനുള്ള ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ദേവൻ നമ്മളെ കൂടെ ഉണ്ട്. അതിന്റെ പകർച്ച എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ അത് മൃഗങ്ങൾക്കില്ല. കാരണം അവർക്ക് ഐശ്വര്യവും സമ്പത്ത്, സമ്പന്നത അങ്ങനെയൊന്നും മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ചില കാര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. മനുഷ്യനിലാണ് എല്ലാവിധ ദേവി ദേവന്മാരുടെ അല്ലെ ദൂതന്മാരുടെ പകർച്ചയുള്ളത് ഈ മനുഷ്യനിലാണ്. ഈ ഭാരതത്തിലുള്ള ഈ പേരിലൂടെ നമ്മൾ ഈ ദൈവത്തിന്റെ ഈ ശക്തിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചാണ് നമ്മൾ ഓരോ പേരിട്ട് നമ്മൾ ഇവിടെ അമ്പലങ്ങൾ കെട്ടിച്ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മളിലുണ്ട്. നമുക്കത് പ്രകൃതിയിൽ നിന്ന് കിട്ടും. ഇത് പ്രകൃതിയിൽ നേരിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈ ആചാര്യന്മാർ അല്ലെങ്കിൽ ഈ ഗുരുക്കന്മാര്, യോഗീശ്വരന്മാര് ഏതെങ്കിലും കല്ലിലോ ഏതെങ്കിലും ലോഹത്തിലോ പവർ ആർജിച്ച് വെച്ചിട്ട് അതിന് വെളിച്ചവും ശബ്ദവും കൊടുത്ത് അതിനെ ബൂസ്റ്റ് ചെയ്ത് ഇതേ ചൈതന്യത്തെയാണ് നമ്മളിലേക്ക് ആവാഹിച്ച് തരുന്നത്. ഇതാണ് അമ്പലത്തിന്റെ രീതി. ഈ സമാഗമ കൂടാരം എന്ന് പറയുന്ന ബൈബിളിലെ രീതി ഇങ്ങനെ തന്നെയാണ്. ആ ദൂതൻ ആ കല്ലിൽ 2 നിയമങ്ങൾ കൊത്തിയ കല്ലിൽ ആ ദൂതന്റെ പ്രസൻസ് വരികയും ആ ശക്തി അവിടെ നിൽക്കുകയും ആ ജനങ്ങൾക്ക് ആ ശക്തിയുടെ പകർച്ച വന്നിരിക്കും. ഇപ്പോഴും അത് വരാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ, കൂട്ടമായ പ്രാർത്ഥന ഇതൊക്കെ പറയുന്നത്. എല്ലാം നമ്മൾ ഒന്നിച്ച് ഒരിടത്ത് കൂടിയിരുന്ന് ഒന്നിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുന്നിടത്ത് ഈ ദൈവത്തിന്റെ പ്രസൻസ് അന്തരീക്ഷത്തിൽ അത് കൂടുതലായിരിക്കും. നല്ല പവർഫുൾ ആയിട്ട് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ആർജിക്കാൻ പറ്റും. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ല, ഒരുപാട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സറൗണ്ട് കംപ്ലീറ്റും ആ എനർജി കൂടിയിരിക്കും. അപ്പൊ ഈ സിസ്റ്റമാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പം പറ്റുന്ന എന്താണ്? ഈ ആസുരിക പൈശാചിക ശക്തികൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഇവരെ നിയന്ത്രണത്തിൽ നിർത്തിയുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എവരുടെ എനർജിയാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അപ്പോൾ നമ്മൾ ഇനി അറിയേണ്ടത് ഈ വീണുപോയ ദൂതന്മാർ എന്ന് പറയുന്ന ഈ പൈശാചിക ശക്തികൾ ശരിക്കും പറഞ്ഞാൽ ആരാണ്, എവിടെ നിന്നാണ് വീണത്? ദൈവത്തിന്റെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം, സൃഷ്ടാവായ ദൈവത്തിന് പലതരം നമുക്കുള്ള എല്ലാ മനസ്സും ആ ദൈവത്തിലുണ്ട്. അതില് ഈ കോപത്തിന്റെ അല്ലെങ്കിൽ ശിക്ഷയുടെ, നശീകരണത്തിന്റെ, അതിന്റെ ഒരു മനസ്സ്, അതിനെയാണ് ശിവഭാവം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മനസ്സിൽ നിന്നും ജനിച്ച ഒരു വിഭാഗമാണ് ഈ നരകം എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അതായത് ആ ഭാഗത്തുനിന്നും ശിക്ഷയുടെയും നശീകരണത്തിന്റെ ആയിട്ടുള്ള അനേക കോടാനുകോടി അദൃശ്യ ശക്തികൾ ആ ഭാഗത്തുനിന്നും ജനിച്ചിട്ടുണ്ട്. അതേപോലെ പരിപാലനവും സ്നേഹവുമായ ഒരു ഭാവം, ആ വിഷ്ണുഭാവം, ആ ഭാവത്തിൽ നിന്നും അനേക കോടാനുകോടി ദേവി ദേവന്മാർ അവിടെ ഉണ്ട്, അദൃശക്തികൾ അവിടെ നിന്നും ജനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദേഷ്യഭാവത്തിൽ നിന്നും അല്ലെ കോപഭാവത്തിൽ നിന്നും അതിനെയാണ് നമ്മൾ തീ എന്ന് പറയാം, അഗ്നി എന്ന് പറയാം,
സ്നേഹഭാവത്തെ ജലമായും വേണേ നമുക്ക് പറയാം. അപ്പൊ ഈ അഗ്നിഭാവത്തിൽ നിന്നും ജനിച്ച അനേക ദൂതന്മാർ അല്ലെങ്കിൽ ദേവന്മാരാണ് ഈ നരകം എന്ന് പറയുന്ന ആ ഡയമെൻഷൻ കൺട്രോൾ ചെയ്യുന്നത്. അവരെയാണ് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനമായി ആദ്യ ലെവലിൽ സൃഷ്ടിക്കപ്പെട്ട ആ ഒരു കോപഭാവത്തിൽ ആദ്യമേ ജനിച്ച ഒരു പുത്രൻ എന്ന് പറയുന്ന ആ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഒരു ഏലിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടത് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകണം, എനിക്കും പിതാവായ ദൈവത്തിന് തുല്യനാകണം, എനിക്ക് ആ അവകാശം എനിക്ക് കിട്ടണം എന്ന് ഉള്ളിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഇതൊക്കെ തോന്നിയത് കാരണം ദൈവമാകുന്ന ആ പരബ്രഹ്മത്തിന് ദേഷ്യം തോന്നുകയും ഈ ഏലിനെ ഈ ആദ്യമേ ജനിച്ച ഈ പുത്രനെ സ്വർഗം എന്ന് പറയുന്ന ഡയമെൻഷനിൽ നിന്നും തള്ളിക്കളഞ്ഞു. ഇത് കുറെ സാങ്കല്പികയും കഥയും കൂടെ മിക്സ് ചെയ്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ദൈവം പറഞ്ഞിരുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവം സൃഷ്ടിച്ച പ്രധാന ദേവന്മാരിൽ ഒരു ദേവൻ കോപഭാവത്തിൽ നിന്ന് ജനിച്ച ദേവനാണ്, സ്നേഹഭാവത്തിൽ നിന്ന് ജനിച്ചതല്ല, ഭാവത്തിൽ നിന്ന് ജനിച്ച ഒരു പ്രധാന ആദ്യമേ ജനിച്ച ദേവന് ദൈവം പുത്ര സ്ഥാനം കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു മനസ്സ് ഉള്ളത് കാരണം ആ സ്ഥാനത്ത് നിന്നും പുറന്തള്ളിക്കളഞ്ഞു. ഇതാണ് സംഭവം. അപ്പൊ പുറന്തള്ളിപ്പോയപ്പോ നരകം എന്ന് പറയുന്ന ഡയമെൻഷനിലുള്ള അനേക ശക്തികൾ, അതിന്റെ സുപ്പീരിയർ ആണല്ലോ ഈ പുത്രനായി നിന്നിരുന്ന ഈ അദൃശ്യ ശക്തി. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്ന അനേക അദൃശ്യ ശക്തികൾ ഈ തള്ളപ്പെട്ട അല്ലെ പുറന്തള്ളിക്കളഞ്ഞ ഈ പുത്രൻ ആയ ഈ ശക്തിയോടൊപ്പം ദൈവത്തിന്റെ ആ നിയന്ത്രണത്തിൽ നിന്നും പുറത്ത് മാറിപ്പോയി, സ്വതന്ത്രരായി അവർ മാറിപ്പോയി എന്നാണ് പറയുന്നത്. അവരാണ് ഈ ഭൂമിയെ ശരിക്കും പറഞ്ഞ പണ്ട് മുതലേ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ നിയന്ത്രണത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ പിന്നീടാണ് ദൈവം മനുഷ്യനെ ശരിക്കും പറഞ്ഞ ഈ ലെവലിൽ ഭൂമിയിൽ കൊണ്ടാക്കി ഇത്രയും പെരുക്കി സൃഷ്ടിച്ച് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പുത്രൻ തെറ്റിപ്പോയി എന്നതിനൊക്കെ ഖുറാനില് വ്യവസ്ഥയുണ്ട്. കാര്യം ആദിമ മനുഷ്യനായ ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യ സൃഷ്ടി ദൈവത്തിന്റെ പുതിയൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചെന്നും ആ സൃഷ്ടിയെ നമസ്കരിക്കണമെന്ന് സകല ദേവി ദേവന്മാരോട് പറഞ്ഞപ്പോൾ, കാരണം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അതേ പ്രതിരൂപത്തിൽ എന്ന് വെച്ചാൽ ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ അല്പവൽപ്പം വെച്ചിട്ടാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ചെറിയ ഡിമിനിഷ്ഡ് ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് വേണം നമുക്ക് കണക്കാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവനെ സഹായിക്കാനാണ് ശരിക്കും പറഞ്ഞ ബാക്കിയുള്ള സകല ദേവീ ദേവന്മാരുടെയും ആ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അപ്പൊ അവൻ ദൈവത്തിന്റെ സെയിം പകർച്ചയായതുകൊണ്ട് നിങ്ങളെല്ലാരും അവനെ നമിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ പുത്രനായ ഈ തീയിൽ നിന്ന് ജനിച്ച ഈ പുത്രൻ നമിച്ചില്ല എന്നും അങ്ങനെ എനിക്ക് ഒരു മനുഷ്യനെ നമിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല, കാരണം ഞാൻ അവനിലും വലിയവനാണ് എന്ന ഒരു അഹങ്കാര ചിന്ത വന്നത് കൊണ്ട് അവനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശരിക്കും ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങുന്നത്. നമ്മൾ ഈ പറയുന്ന ആദിമ മനുഷ്യനായ ആദമിനെ ശരിക്കും ദൈവം സൃഷ്ടിച്ചത് നമ്മുടെ ഈ ഭൂമിയിൽ വെച്ച് ആവണം നിർബന്ധമല്ല, അങ്ങനെ ആയതായിട്ട് എനിക്ക് കിട്ടുന്നില്ല. ആ മനുഷ്യനിൽ നിന്നും ചില കാര്യങ്ങൾ എടുത്ത് ചില ഏലിയൻസ് അല്ലെങ്കിൽ ചില അതര ശക്തികളാണ് മനുഷ്യനെ ഭൂമിയിൽ പിന്നീട് വന്ന് സൃഷ്ടിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ഭൂമിയിൽ വരണതിന് മുന്നമേ ഈ തള്ളപ്പെട്ട ഈ ശക്തികൾ ശരിക്കും പറഞ്ഞാൽ ഈ അതര ശക്തികൾ അന്ന് ഭൂമിയെ വാഴുന്നുണ്ട്, ഭൂമിയിലുണ്ട്, അവരിപ്പോഴും ഉണ്ട്. അപ്പൊ ഈ ശക്തികൾ ഉള്ള ഈ സ്ഥലത്താണ് ശരിക്കും പറഞ്ഞ ദൈവം പുതിയ കൃഷി എന്ന നിലയിൽ ഈ മനുഷ്യകൃഷി മനുഷ്യരിലൂടെ പുതിയ ആത്മാക്കളെ കൃഷി ചെയ്യുന്നത് ഭൂമിയിലിട്ട് ചെയ്യുന്നതിന്റെ കാരണം ഈ ആസുരിക പൈശാചിക ദൈവത്തിൽ നിന്ന് തള്ളിപ്പോയ അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ട ഈ ശക്തികളെ അതിജീവിച്ച് അവരെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു വരുന്ന ആത്മാക്കളെ ശരിക്കും ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് കിട്ടണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മറ്റു ഡയമെൻഷനിലേക്ക് കിട്ടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിലിട്ട് തന്നെ ട്രെയിൻ ചെയ്യണം. കാരണം ഇവരുടെ ഇടയിലിട്ട് ട്രെയിൻ ചെയ്ത് പാസ്സായി വരുന്നവനെ അല്ലെങ്കിൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ പാസ്സാക്കി കിട്ടുന്ന ആത്മാക്കളെയാണ് ദൈവത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിന്നെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകൂല. അവര് ദൈവത്തിന്റെ വിശ്വസ്തരായിട്ട് ദൈവത്തിൽ തന്നെ നിൽക്കും. അപ്പൊ അതിൽ ഏറ്റവും ഹൈ മുതൽ ഏറ്റവും ലോ വരെ ഈ ഭൂമിയിലിട്ട് തന്നെ ട്രെയിൻ ചെയ്തെടുക്കും. അപ്പൊ നമ്മളെ പരീക്ഷിക്കാനായിട്ട് നമ്മളെ വഴി തെറ്റിച്ച് കൊണ്ടുപോകാനായിട്ട് ആരുണ്ട്? ദൈവത്തിൽ നിന്നും തള്ളപ്പെട്ട് കളഞ്ഞ ഈ ആസുരിക ശക്തികളുണ്ട്. ഇവരൊക്കെയാണ് ശരിക്കും ഈ ഭൂമിയിൽ വന്ന് ഈ മനുഷ്യരെല്ലാം തെറ്റിച്ചത്. ഈ മനുഷ്യരെ മാത്രമല്ല തെറ്റിക്കണം, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂമിയിലും ഇവർ തെറ്റിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭൂമിയെ പോലുള്ള ദൈവത്തിന്റെ
മനുഷ്യാത്മാക്കളെ കൃഷി ചെയ്യുന്ന അനേക ഗ്രഹങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അവിടെയെല്ലാം ഇതേപോലെ ഈ അസുര ശക്തികളും ഈ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളും തമ്മിലുള്ള യുദ്ധങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മളെ പോലുള്ള പ്രോസസ്സ് തന്നെയാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ ഭൂമിയിലെ പ്രോസസ്സേ അറിയാവൂ, നമുക്ക് അതിനെക്കുറിച്ച് അറിവുള്ളൂ. അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഈ അലഞ്ഞു തിരിഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന ഈ നെഗറ്റീവായി നിൽക്കുന്ന ഒരുപാട് ശക്തികളെല്ലാം ഈ കാലഘട്ടത്ത് ദൈവം തന്നെ പൂട്ടി അവരെ നശിപ്പിച്ച് കളയും എന്ന് പറയുന്നുണ്ട്. അതിപ്പോ തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ കുറെ നാളത്തേക്ക് ഇവരുടെ ഒന്നും ശല്യം കാണൂല. മനുഷ്യർ സ്വസ്ഥമായിട്ട് സത്യസന്ധതയും ആത്മാർത്ഥതയോടെയും മുന്നോട്ട് പോകും. അതാണ് സത്യയുഗം. അത് ഒരു സൈഡിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.